ചേട്ടാ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നടക്കാനിരുന്ന കുംഭമേള കേരളം ഒന്നടങ്കം കാത്തിരുന്ന ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ തീരുമാനിച്ചിരുന്ന കുംഭമേള ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് സ്റ്റോപ്പ് മെമ്മോ അയച്ചിരിക്കുകയാണ്. അവർ ഉയർത്തി കാണിക്കുന്ന വിഷയം എന്താണെന്നാൽ ഒരു കമ്മ്യൂണൽ വയലൻസ് അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം നടക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതായി വീണ്ടും ഹിന്ദുക്കളോടുള്ള ആ ഒരു വിരുദ്ധത അല്ലെങ്കിൽ നീതികേട് ഇവിടെ ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ അല്ലെങ്കിൽ ഈ കാര്യത്തെ നോക്കി കാരണം ഒരു തരത്തിലും ഒരു ഹിന്ദു വിശ്വാസി എന്ന തരത്തിൽ ഒരു തരത്തിലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ പൊറുക്കാനോ പറ്റാത്ത അത്യന്തം വളരെ മോശമായിട്ടുള്ള ഒരു തെറ്റാണ് ഇപ്പൊ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. നോക്കണേ, നമുക്ക് UP-യിലൊക്കെ നടന്നിട്ടുള്ള പ്രയാഗ്രാജിൽ നടന്നിട്ടുള്ള കുംഭമേള ഇതൊക്കെ നോക്കണം. ഒരു കുംഭമേള കാരണം അവിടുത്തെ സർക്കാർ അവിടെ എത്ര മാത്രമാണ് വരുമാനം ഉണ്ടാക്കിയത് എന്നുള്ളത്. അത് ഈ ഭക്തി എന്നുള്ള സാധനം കമ്മ്യൂണിസ്റ്റ് മൈൻഡിൽ കയറില്ല. അങ്ങനെ നോക്കണ്ട, വരുമാനം ഉണ്ടാക്കിയതെങ്കിലും നോക്കുക. കമ്മ്യൂണിസ്റ്റ് മൈൻഡില് ഹിന്ദു ഭക്തി എന്തായാലും ഇല്ല. ലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ ഭാരതത്തിന് അങ്ങോളം ഇങ്ങോളമായി ഇങ്ങു എത്താൻ പോവുകയാണ്. തിരുനാവായിലേക്ക് എത്താൻ പോവുകയാണ്, മലപ്പുറം ജില്ലയിലേക്ക് എത്താൻ പോവുകയാണ്. ആ പറയുന്ന ഈ ഒരു കുംഭമേളയുടെ ഭാരതപ്പുഴയുടെ തീരത്ത് അവർ സ്നാനം ചെയ്യാൻ വേണ്ടി എത്തുകയാണ്, ആരതി കത്തിക്കാൻ വേണ്ടി എത്തുകയാണ്, ആരതി കാണാൻ വേണ്ടി എത്തുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപേന്റെ വരുമാനം, നികുതി വരുമാനം തന്നെ കിട്ടില്ലേ? അവർ വരുന്ന ആൾക്കാർ റൂം എടുക്കും, ട്രെയിൻ വരുന്ന സമയത്ത് ബസ്സിൽ കയറും, അവർ പല സാധനങ്ങൾ മേടിക്കും, ഭക്ഷണം കഴിക്കും. ഇതെല്ലാം ചെയ്യുന്നതിന്റെ വരുമാനം സ്റ്റേറ്റിന് തന്നെയല്ലേ കിട്ടുന്നത്. വരുമാനത്തിനോട് നമ്മുടെ കേരള സർക്കാരിന് താല്പര്യമില്ല. അവർക്ക് എല്ലാത്തിനും ഉപരി കസേര തന്നെയാണ് അവർക്ക് പ്രധാനം. കസേര കിട്ടാൻ വേണ്ടി അവർ എന്ത് തഴന്താഴ്ന്ന കളിയും കളിക്കും. അതെ, ഇതിനകത്ത് അപ്പം ആ ഒരു വരുമാനത്തിന്റെ ഒരു ഭാവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് നോക്കണേ. അനുവാദം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കാൻ പോകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ, ദേവസ്വം ബോർഡുകൾ, ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വിവിധ വകുപ്പുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പരിപാടിക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ സംസ്ഥാനം ഒറ്റക്കെട്ടായി നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം പിണറായി വിജയനെ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയനെ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക? അതിന് പകരമായിട്ട് അവിടെ സുരക്ഷാ പ്രശ്നം ഉണ്ട് എന്നുള്ള ഒരു കാരണം അവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് അത്തരത്തിലുണ്ട്. അവിടെ വലിയ തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു സന്യാസി സമൂഹവും അഘോരിമാരും ഈ പലതരത്തിലുള്ള സന്യാസി സമൂഹം എന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ജൂന ഘട ആണ് ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ളത്, മഹാമണ്ഡലേശ്വരായിട്ടുള്ള അദ്ദേഹം. അപ്പം ഈ ജൂന ഘട ആയിക്കോട്ടെ, മറ്റ് പലതരത്തിലുള്ള ഘടകളായിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം വരുന്ന വിവിധ വേഷവസ്ത്രാദികൾ ധരിക്കുന്ന വിവിധ തരത്തിലുള്ള എന്താ പറയാ റിച്വൽസ് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള സന്യാസിമാർ എത്തും. അപ്പം അവരെത്തുന്നതെല്ലാം വരുന്നത് ഈ കാവ്യവസ്ത്രം ഉടുത്താണ് അവർ വരുന്നത്. അപ്പൊ ഈ കാവ്യവസ്ത്രം കണ്ടു കഴിഞ്ഞാൽ മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിന് എന്തോ ഹാലിളകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്ന്. ഞാൻ പറയട്ടെ, മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെ അത്തരത്തിൽ ഇങ്ങനെ വർഗീയമായിട്ട് ഈ ഇന്റലിജൻസുകാരെ കാണാൻ പാടില്ല എന്നുള്ളതാണ്. മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ വർഗീയപരമായി ചിന്തിക്കുന്ന ആളുകളല്ല. അവരവിടുത്തെ ഹിന്ദുക്കളെ ചേർത്ത് നിർത്തുന്ന ആളാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ ഭാര്യയുടെ നാടെന്ന് പറയുന്നത് മലപ്പുറത്ത് വളാഞ്ചേരിയാണ്. അവിടെ അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കാവുണ്ട്, വലിയൊരു കാവാണ്. ആ കാവിൽ ഉത്സവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കാവിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീടുകളൊന്നും മത്സ്യമാംസാദികളൊന്നും അവർ ഉപയോഗിക്കില്ല. മുസ്ലിം വീടുകളാണ് കൂടുതലും. അപ്പൊ അവരെല്ലാം വർഗീയപരമായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്നാ പിന്നെ കാവിലെ നിങ്ങൾ നടത്തുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് അതുണ്ടാക്കി ഇതുണ്ടെന്ന് അവർക്ക് പറഞ്ഞൂടെ? അവിടെ ഞാൻ പോയിട്ട് പലപ്പോഴും, ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ പോയ സമയത്ത് ഏറ്റവും ആദ്യം ഈ പറയുന്ന ഈ പ്രദേശത്ത് ഉത്സവം നടക്കുന്ന സമയത്ത് കൂടുതലും തട്ടവിട്ട പെൺകുട്ടികളാണ് ഉള്ളത്, തട്ടവിട്ട ഉമ്മമാരാണ് അവിടെ ഉള്ളത്. ഇവരൊക്കെയാണ് ഈ ഉത്സവം കാണാൻ വേണ്ടി വരികയും അവിടെ സാധാരണ ഹിന്ദു വിശ്വാസികളെ പോലെ അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അത് ക്ഷേത്രത്തിലേക്ക് കയറുന്നില്ലെങ്കിലും ക്ഷേത്രത്തിന് പുറത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം മലപ്പുറത്ത് മുസ്ലിം സമൂഹത്തിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഇവരിപ്പം ഈ ഇന്റലിജൻസുകാർ ചെയ്തിരിക്കുന്നത്. അവിടെ ഹിന്ദു സന്യാസിമാർ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തോ കലാപം ഉണ്ടാകും എന്ന തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കലാപം ഉണ്ടാക്കാൻ പുറപ്പെടുന്ന ഒരു ഇസ്ലാമിക് എന്താ പറയാ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി കയ്യാമം വെച്ച് ഉള്ളിലടക്കണം, കരുതൽ ചടങ്ങ് നടത്തണം. അതിന് നടത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടുത്തെ ഒരു ഭരണകൂടം, എന്തിനാ ഇങ്ങനത്തെ ഒരു ആഭ്യന്തര വകുപ്പ്? പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ പിന്നെ ഒരു ആഭ്യന്തര വാഴ എന്തിനാണ്? അപ്പം അങ്ങനെയാണ് ഈ ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ ഈ നടക്കാൻ പോകുന്ന മഹോത്സവം എന്തായാലും ആ രീതിയിൽ തന്നെ നടത്തുമെന്നാണ് ഇപ്പം സംഘാടക സമിതി അറിയിക്കുന്നത്. ജൂന അഗോഡയുടെ മഹാമണ്ഡലേശ്വർ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണോ തീരുമാനിച്ചത് ഈ പരിപാടി ആ നിലയിൽ തന്നെ പൂർത്തീകരിക്കും എന്ന നിലയിലാണ്. ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ള ലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല, ഒന്ന് നോക്കണേ അരുണിമ,
ഈ പരിപാടിയുടെ ഇങ്ങനെ ഒരു ആലോചന നടന്ന സമയത്ത്, അതായത് ഈ പ്രയാഗ്രാജിലൊക്കെ കുംഭമേള കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റാത്ത ഒട്ടേറെ ആളുകളുണ്ട്. അവർക്കൊക്കെ ആശ്വാസകരമാകുന്ന തരത്തിലേക്ക് 271 വർഷത്തിന് ശേഷമാണ് ഭാരതപ്പുഴയുടെ തീരത്ത് ഇത്തരത്തിലൊരു മഹോത്സവം നടക്കാൻ പോകുന്നത്. മാമാങ്കം എന്നൊക്കെ നമ്മൾ ചില സിനിമയിലും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, എഴുത്തുകളിലും നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരം മാമാങ്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വലിയ ഒരു ഭാരതത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഉത്സവമായി മാറിയിരുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ഭാരതത്തിലുള്ള വിശ്വാസികളെല്ലാം അങ്ങോട്ട് ഒഴുകിയിരുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു ഉത്സവം നടന്നിരുന്ന, അത്രയും വലിയ ഒരു എന്താ പറയാ, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമായി ഇഴയേർന്ന് നിൽക്കുന്ന ഒരു നദിയാണ് ഈ പറയുന്ന ഭാരതപ്പുഴ. ആ ഭാരതത്തിന്റെ പേരിൽ ഒരു നദിയുള്ളൂ, ഭാരതപ്പുഴ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞുള്ളൂ. ഗംഗയുണ്ട്, യമുനയുണ്ട്, സരസ്വതിയുണ്ട്, ഒട്ടേറെ നദികളുണ്ടെങ്കിൽ ഭാരതത്തിന്റെ പേരിൽ ഒരു നദിയുള്ളൂ. ആ നദിയിൽ വരിക, ആ പുണ്യനദിയിൽ വരിക, അവിടെ വന്നിട്ട് സ്നാനം നടത്തുക, അവിടെ വന്നിട്ട് ആരതി ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഹിന്ദു വിശ്വാസികൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ആലോചിച്ച ഘട്ടത്തിൽ തന്നെ മഹാമണ്ഡലേശ്വർ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയെ കണ്ടു, ഗവർണറെ കണ്ടു, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളെ കണ്ടു. രാഷ്ട്രീയ നേതാക്കളല്ല, സംസ്ഥാന അധ്യക്ഷന്മാര്, അങ്ങനെയുള്ളവരെല്ലാം തന്നെ കണ്ടു. അങ്ങനെ സർവമുഖമായിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള അംഗീകാരങ്ങൾ നേടിയെടുത്തുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി തന്നെ പോകാനുള്ള കാര്യമാണ് ആലോചിച്ചത്. മുഖ്യമന്ത്രിയെ കണ്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ആ സംസ്ഥാന സർക്കാർ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുകയും ഇപ്പം നേരെ അതിനൊരു ഇരട്ടത്തപ്പ് എന്ന നിലയിലേക്ക് പുതിയ തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിലും ആ ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ല ഇവര് പ്രധാനമായിട്ടും പുറത്തെടുത്തു വെക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് വായിച്ചു. ഞാൻ വായിക്കാം. തിരുനാവായ വില്ലേജ്, തിരുനാവായ അംശം ദേശം, സർവേ നമ്പർ 487, പുറമ്പോക്ക് ഭൂമി കയ്യേറി അനുമതിയില്ലാത്ത പാലം നിർമ്മിക്കുന്നതും പുഴയിലേക്ക് JCB ഇറക്കി പുഴ നിരപ്പാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയത് കേരള നദീതീര സംരക്ഷണ നിയമം 2001 ലംഘനമാണ്. ആയത് കുറ്റകരവും പിഴയും ചുമത്താവുന്ന കുറ്റമാണ്. ആയതിനാൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് താങ്കളുടെ പ്രസ്തുത പ്രവൃത്തി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ തടഞ്ഞുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. ശ്രീ വിനയകുമാർ, കൺവീനർ, അദ്ദേഹത്തിന് അയച്ച സ്റ്റോപ്പ് മെമ്മോയാണ് വില്ലേജ് ഓഫീസറിൽ നിന്ന്. ഓക്കെ, ഇത് ഈ മഹാമഹോത്സവം നടക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വില്ലേജാണ് വരുന്നത്, 2 പഞ്ചായത്താണ് വരുന്നത്, 2 വില്ലേജ്. ഈ 2 വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിന്റെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ടെല്ലാം സംസാരിച്ചു. അവരെന്തായാലും നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല, അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം നോക്കണം. ഇതിൻ്റെ അകത്ത് നേരത്തെ തന്നെ കാലേക്കൂട്ടി തന്നെ സംഘാടക സമിതി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതി വേണം ഇത്തരം പരിപാടികൾ നടക്കുന്ന സമയത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് തന്നെയാണ്. പോലീസ്, നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി വേണം, അതേപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് വേണം, ഇതിപ്പം പുഴയായതുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വേണം, അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വേണം, അങ്ങനെ വിവിധ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വേണം. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതിയോടെ ഇപ്പൊ ശബരിമല ഉത്സവം നടക്കുന്ന സമയത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കൂടിയോജിച്ച ഒരു സംയോജിത തരത്തിലുള്ള നിലയിലാണ് ആ പരിപാടി നടത്തുന്നത്. അതാണ് ആ പരിപാടി വിജയിപ്പിക്കാൻ കഴിയുന്നത്. അതേ നിലയിൽ തന്നെ വിവിധ വകുപ്പുകൾക്ക്, ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ കാലെക്കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ അപേക്ഷയും പരിഗണിക്കാം, അല്ലെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ അവിടെ വെക്കുകയും ഈ അപേക്ഷ പരിഗണിച്ചു അല്ലെങ്കിൽ അപേക്ഷയിൽ നിന്ന് തീർപ്പാക്കി അത് റിജക്ട് ചെയ്തു എന്നുള്ള ഒരു സാധനമോ അല്ലെങ്കിൽ അപ്രൂവൽ ചെയ്തു എന്നുള്ള ഒരു സാധനമോ, അങ്ങനെ 2 തരത്തിലുള്ള സാധനമോ ഈ ഒരു നോട്ടീസോ ഈ പറയുന്ന സംഘാടക സമിതിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. റിജക്റ്റും ചെയ്തിട്ടില്ല, അപ്രൂവലും ചെയ്തിട്ടില്ല. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് എല്ലാ വിവിധ ഈ ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ഉത്സവമായി മാറ്റണം. ദക്ഷിണേന്ത്യയിൽ നിന്ന് മൊത്തം ആളുകൾ എത്താൻ പോവുകയാണ് അനിമ. ഇത് ശബരിമല ഉത്സവത്തിനേക്കാളും, ശബരിമലയിലെ ഒരു സീസണിലെ എത്ര ജനങ്ങളാണ് എത്തുന്നത് അതിനേക്കാളും കൂടുതൽ ജനങ്ങൾ എത്താൻ പോവുകയാണ് ഈ പറയുന്ന ദിവസങ്ങളിലേക്ക്. ഇവിടത്തേക്ക് ഈ ശബരിമല എന്ന് പറയുന്നത് കാനന ക്ഷേത്രമാണ്, അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അവിടത്തേക്ക് അത്രയും ഭക്തർ കുറച്ച് എത്തിക്കുന്നത്. അത്രയും ഭക്തരെ ഉൾക്കാനുള്ള കപ്പാസിറ്റി അവിടെ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന ഭാരതപ്പുഴന്റെ തീരത്ത് വളരെ വിശാലമായ സ്ഥലമാണ് കിടക്കുന്നത്. അവിടത്തേക്ക് താൽക്കാലികമായി പാലം നിർമ്മിക്കുക, അവിടെ സ്റ്റേജുകൾ, കാര്യങ്ങൾ, പുറത്തു നിന്നുള്ള വിവിധ വിദേശികൾ ഉൾപ്പെടെ NIT എന്നൊക്കെ ഉൾപ്പെടെയുള്ള ഗവേഷകരും അവിടെ നിന്നുള്ള വിദഗ്ധരും ഉൾപ്പെടുത്തെ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെ വന്നിട്ടാണ് അവിടുത്തെ വേദികളും കാര്യങ്ങളും അവിടെ ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങൾ നിർവഹിക്കാം, എത്ര ശാസ്ത്രീയപരമായി നിർമ്മിക്കാം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതായത് NIT ഉൾപ്പെടെയുള്ള ഗവേഷകർ വന്നിട്ട്, അതായത് തട്ടുകൂട്ട് ഏതെങ്കിലും ഒരു വാടക കമ്പനികളുടെ പരിപാടി ചെയ്തതല്ല. അവിടെ ഇത്തരത്തിൽ വലിയ ആളുകൾ ക്രൗഡ് വരുന്നത്
ഇവർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എത്ര ക്രൗഡ് വരുന്നു നമുക്ക് ആരും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഒരു ഇത്ര ലക്ഷം ക്രൗഡിനെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ക്രമീകരണം, വളരെ സുരക്ഷയോട് കൂടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടെന്റുകൾ, താൽക്കാലിക താമസ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയുള്ള സാംസ്കാരിക പരിപാടികൾ നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള മലമൂത്ര വിസർജനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വിശാലമായിട്ടുള്ള ഹിന്ദു സമ്മേളനം നടത്താനുള്ള പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. സ്നാനഘട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആരതി നടത്താനുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള വലിയ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഇന്നിപ്പം 13-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സാധനം കൊടുക്കുന്നത്. ഇനി 5 ദിവസമുള്ളൂ. ഏകദേശം ആളുകളൊക്കെ വന്നു തുടങ്ങി അവിടത്തേക്ക്. ഇന്ന് ആലോചിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്ത് വലിയ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന നോക്കാം. മുസ്ലിം ലീഗിനെ വളർത്തുന്ന, അതായത് ലീഗിനെ വളർത്തി പ്രീണന രാഷ്ട്രീയം നടത്തുന്നത് നമ്മുടെ UDF ആണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ മതവിദ്വേഷം നടത്തി ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോ വളമിട്ട് കൊടുക്കുന്നത് ഇതേ മുഖ്യമന്ത്രിയാണ്. ഇവിടെ ഈ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അല്ല, ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ ഇങ്ങനത്തുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടെന്നോ കാര്യങ്ങളുണ്ടെന്നോ പോലീസോ മറ്റാരും എവിടെയും പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഇതെല്ലാം സംഘാടക സമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളോട് പറയുകയും അതേ സമയത്ത് അവിടെ പുഴ നികത്തി അല്ലെങ്കിൽ പുഴയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു. താൽക്കാലിക പാലമാണ്, ഓർക്കണം, താൽക്കാലിക പാലമാണ്. മറ്റേ കോൺക്രീറ്റ് പാലമല്ല, താൽക്കാലിക പാലം. ഏത് നിമിഷം വേണമെങ്കിലും ഒരു 5-10 മണിക്കൂർ അല്ലെ ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള താൽക്കാലിക പാലം നിർമ്മിച്ചു. ഇതെല്ലാം തന്നെ ഈ നദീതീര സംരക്ഷണ നിയമപ്രകാരം തെറ്റാണ്, ഗുരുതരമായ കുറ്റകരമാണ്, തൂക്കിക്കൊല്ലുമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ? ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ മൊത്തത്തിൽ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത്.